വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി ഇന്ന് ചില കാര്യങ്ങൾ പറഞ്ഞു. സഹായം നൽകാത്തതിൽ കേന്ദ്രത്തിനെതിരെ മുഖ്യമന്ത്രി കടുത്ത വിമർശനമാണ് ഉന്നയിച്ചത്. അതൊരു വിവാദ വിഷയമാക്കി സ്വന്തം ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒളിച്ചോടാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത്. അതൊരു ഖേദകരമായ നീക്കമാണ്. ഇതാണോ ആ തമിഴൻ? അതെ, ഇവൻ തന്നെ. എന്നാ ഞാൻ പോട്ടെ. പോകരുത്, ഇവന്മാരെ ഞാൻ കൈകാര്യം ചെയ്യുന്നത് താനും കൂടെ കാണണം. കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെക്കുറിച്ച് പറഞ്ഞാൽ അദ്ദേഹം ആദ്യമായല്ല വയനാട് വിഷയത്തിൽ പാർലമെന്റിനെയും പൊതുസമൂഹത്തെയും തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഇല്ലാത്ത കാലാവസ്ഥാ റിപ്പോർട്ട് പാർലമെന്റിൽ പരാമർശിച്ചു. പ്രധാനമന്ത്രി വന്നുപോയിട്ട് 100 ദിവസവും നിവേദനം നൽകിയിട്ട് 3 മാസവുമായി. റിപ്പോർട്ട് സമർപ്പിക്കാൻ വൈകി എന്ന വാദവും അദ്ദേഹം തള്ളി. വിശദമായ പഠന റിപ്പോർട്ട് നൽകാൻ കേരളം വൈകിയതുകൊണ്ടാണ് പ്രത്യേക സാമ്പത്തിക സഹായ പാക്കേജ് പ്രഖ്യാപിക്കാത്തത് എന്നാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി പറഞ്ഞതായി കാണുന്നത്. ഇത് തീർത്തും വസ്തുതാവിരുദ്ധമായ കാര്യമാണ്. ബില്ലോ? ഇവരാരും ബില്ലാതനോ? ബില്ലൊന്നും വാങ്ങിക്കാറില്ല. നമ്മള് പതിവുകാരായതുകൊണ്ട് വായിൽ എഴുതി കൂട്ടും. കേരളം ഇന്ത്യയിലെ ഒരു സംസ്ഥാനമല്ലേ എന്ന് ചോദിച്ച പിണറായി വിജയൻ, തൃക്കോടി കുടുംബത്തിനോടാ നിന്റെ കളി? ഒരു ബോംബ് കൂടി അറിയടാ. പ്രതിപക്ഷ എംപിമാരടക്കം ഒരുമിച്ച് കേന്ദ്രത്തെ കണ്ടത് നല്ല തുടക്കമാണെന്നും പറഞ്ഞു. ഒരു ബോംബും കൂടി അറിയടാ. വയനാടിനുള്ള സഹായത്തിൽ കുറ്റം പറയുന്നത് നിർത്തി കൃത്യമായ കണക്കുകൾ ഹാജരാക്കൂ എന്ന് സംസ്ഥാന സർക്കാരിനോട് ഹൈക്കോടതി. ആരെയാണ് വിഡ്ഢികളാക്കാൻ നോക്കുന്നതെന്നും വിമർശിച്ചു. സംസ്ഥാനത്തിന് അനുവദിച്ച തുകയുടെ കണക്ക് കേന്ദ്ര സർക്കാർ കോടതിയിൽ സമർപ്പിച്ചു. ഭാഷയൊക്കെ ഞാൻ ഒലത്തിക്കോളാം. തുടക്കത്തിൽ ഉടക്കാനാണ് ഭാവമെങ്കിൽ തന്റെ ഈ ക്ലോസറ്റ് കഴിയുന്ന ബ്രഷ് പോലത്തെ തലയുണ്ടല്ലോ, പോളിച്ചടിക്ക് പെട്ടിലാക്കി പേഴ്സണലാക്കി കളിഞ്ഞാൻ. മാനേജറായ ഇങ്ങനെ വേണം. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്തല്ലേ.